ഡിയേഴ്സ്, ഞാൻ മനോഹരമായൊരു പൂളിൻ്റെ അടുത്താണുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഈ പൂളിലേക്ക് ഓടി വന്ന് രണ്ട് കൈകൾ നീട്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഊളിയിട്ടിറങ്ങും, അല്ലേ, ചാടും. ശരിക്കും അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു യൂസേജ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയും ഞാൻ ആ പൂളിലേക്ക് വന്ന് ചാടി, ഓക്കെ, ആ പൂളിലേക്ക് ഓടി വന്ന് ചാടി എന്ന് പറയും. പക്ഷെ നമ്മുടെ ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓടിയിട്ടോ നിന്നിട്ടോ രണ്ട് കൈ നീട്ടിങ്ങനെ പിടിച്ചിട്ട് ആ പൂളിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ഇറങ്ങുമായിരിക്കും. നമ്മൾ ആ വീഴുന്ന ഭാഗത്ത് മാത്രമായിരിക്കും ഒരു ഇതിൻ്റെ വേവ്സ് ഒരു ചെറിയ മാറ്റം ഉണ്ടാവുക. അത് എന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങ് പൊന്തി വരും. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയാം? ഇതിന് ഇംഗ്ലീഷിൽ ഐ പ്ലഞ്ച്ഡ് ഇൻ ടു ദ പൂൾ എന്നാണ് പറയാം. ഐ പ്ലഞ്ച്ഡ്, PLUNGED, ഐ പ്ലഞ്ച്ഡ് ഇൻ ടു ദ പൂൾ. ഞാൻ പൂളിലേക്ക് പ്ലഞ്ച് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു വേർഡ് ഉണ്ടാവും. അത് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്, മീൻസ് അട്രാക്റ്റീവായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. നമുക്ക് നമ്മളറിയുന്ന ചില വാക്കുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും പദം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യരുത്. ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാം, പിന്നീട് എപ്പോഴും കറക്റ്റ് വേർഡ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, സോ ഐ ആം റിഹാസ് പുലാമന്തോൾ. ഐ ആം കറൻ്റ്ലി ഡൂയിങ് English training programs and Malayalam public speaking training program. So if you want to join my course, please follow my number. Okay, thank you so much. See you there.